ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വ്യാഴാഴ്ച 12-ാം തീയതി നിഫ്റ്റി 50 എങ്ങനെയാണ് മൂവ് ആവുക, നിഫ്റ്റി 50ൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് നാളെ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ഒരു കുറച്ചൊരു പ്ലസ്സിലാണ് ഓപ്പൺ ആയത്. പിന്നെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് വീണ്ടും തിരിച്ച് കയറി പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇന്നത്തെ, അതായത് മാർക്കറ്റിലെ സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നിയറസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമാണ് നമ്മളിന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിയറസ്റ്റ് ഈ ഒരു റേഞ്ച് ഉണ്ടാവും. ഓക്കെ, അതായത് 24,500 ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് നേരെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോവാം. 15 മിനിറ്റ് നമുക്ക് ഇത് നല്ലൊരു സപ്പോർട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഭാഗം മുതൽ നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതൊരു ടോപ്പ് റെസിസ്റ്റൻസ് ആണ്. അതാണ് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നാളെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങൾക്ക് ഇവിടുന്ന്, അതായത് ഈ ഒരു ഭാഗത്തു നിന്ന്, ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞാൽ 24,670 മുതൽ 24,680 വരെ, 88-90 വരെ ഇവിടെ നിങ്ങൾക്കൊരു ഇൻവേർട്ടഡ് ഹാമറോ ഇല്ലെങ്കിൽ ഒരു ഡോജി, ഒരു പിൻബാറോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്ന ഒരു നമുക്കിവിടെ പുട്ട് ഓപ്ഷനിലോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. കാരണം ഇവിടുന്ന് എന്തായാലും സെല്ലിങ് വരും. കാരണം പറയാനുള്ളതെന്ന് വെച്ചാൽ FI ഇന്ന് സെല്ലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നലെ വരെ FI ബൈ ആണ് ചെയ്തത്, പക്ഷേ ഇന്ന് സെല്ലാണ് ചെയ്ത് ഇവർ, അതായത് ബിഗ് പ്ലെയർ ഒന്നും കാണാൻ സെല്ല് ചെയ്യില്ല. ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരിവിടെ സെല്ല് ചെയ്തിട്ടുണ്ട്. മേ ബി മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയാൽ നിങ്ങൾ ബൈ ചെയ്യാണ്ടിരിക്കുക. സെല്ല് പക്ഷേ, അതായത് പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെ വെക്കാവുന്നതാണ്. കാരണം നെക്സ്റ്റ് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് വരാം. ഇവിടെ ഫ്രീ ആണ്. ഓക്കെ, ഇവിടെ ഫ്രീ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, നമുക്ക് മാർക്കറ്റിനെ 24,400 ഈ ഒരു റേഞ്ചിൽ നമുക്ക് കാണാം മാർക്കറ്റിനെ. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇവിടെയായിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ വരുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു ട്രെൻഡ് ലൈനാണ്. ഇത് പക്ഷേ ഇന്ന് നമ്മളെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തത്. ഓക്കെ, ഫേക്ക് ബ്രേക്ക് ഔട്ട്, ഇന്നലെ ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ വന്നിട്ട് നമ്മളെ SL ഹിറ്റായതാണ്. ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയത്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈനും ഇന്ന്, അതായത് ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഇവിടം വരെ മാർക്കറ്റ് വരും. എന്തായാലും ഇവിടം വരെ മാർക്കറ്റ് വന്നാൽ ഈ ഒരു ലിക്വിഡിറ്റി കൂടി മാർക്കറ്റ് എടുത്തിട്ടായിരിക്കും മേലോട്ടോ ഇല്ലെങ്കിൽ താഴോട്ടോ പോവുക. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ എക്സാക്റ്റ് ഈ ട്രെൻഡ് ലൈൻ തട്ടി നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒഴിവാക്കാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ലെവൽ തന്നെ നോക്കാം. മാർക്കറ്റ് ഇവിടം വരെ വരും എന്ന് 100% ഉറപ്പാണ്, എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ലാസ്റ്റ് അനാലിസിസ് വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന്. ഓക്കെ, കാണാൻ പറ്റും. ഇവിടുന്ന് ഡൗൺ ആയി ഈ ഒരു റേഞ്ച് വരെ വരുന്നതായിരിക്കും. നമുക്ക് നേരെ ഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കാം. ഡേ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു സ്ട്രോങ് ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണ്. അതായത് 24,500 മേലെ എടുത്തോളം കാലം സ്ട്രോങ് ബുള്ളിഷാണ്. കാരണം ഈ ഒരു റേഞ്ചൊക്കെ നല്ല ടോപ്പ് സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, ഞാനൊരു ലൈനിട്ട് കാണിച്ചു തരാം. അതായത് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ നല്ല ടോപ്പ് സപ്പോർട്ടായിട്ടാണ് ആക്കി. ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് കയറിപ്പോയത്. ഓക്കെ, കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ബൈങ് വന്ന് കയറിപ്പോയി. ഓക്കെ, അതപ്പം എന്നും ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു ലെവൽ ആക്ട് ചെയ്യും. നമ്മൾ എക്സാക്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 1 hour ടൈം ഫ്രെയിമിലോട്ടൊന്ന് പോവാം. 1 hour ടൈം ഫ്രെയിമിൽ ഇതാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഓക്കെ, എക്സാക്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയത്. ഇവിടെ ഇനി എപ്പോഴാണോ മാർക്കറ്റിനെ കിട്ടുന്നത് നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള, ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് 24,500 മുതൽ 24,600 ഒരു 100 പോയിൻ്റ് മൂവ്, നാളെ ഒരു 100 പോയിൻറ്റിൻ്റെ മൂവ് ആയിരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 1:5 1:4 ഒക്കെ ടാർഗറ്റ് വെച്ച് ഇവിടെ ട്രേഡ് എടുക്കാവുന്നതാണ്. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു മൂവ് വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫിലായിരുന്നു ഒരു മൂവ് വന്നത്. ആ മൂവിൽ നമുക്ക് 9:45 ട്രേഡ് എടുത്തവരാണെങ്കിൽ ഇന്ന് നല്ലൊരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു 30-40 പോയിൻറ്റിൻ്റെ പ്രീമിയത്തിലൊരു മൂവ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ടൊന്ന് പോകാം. 15 മിനിറ്റിൽ നോക്കിയാലും EMAയുടെ താഴെയാണ് ക്ലോസിങ് വന്നത്. മാർക്കറ്റ് ഒരു ബിയറിഷാണ് കാണിക്കുന്നത്. 1 hourൽ EMAയുടെ താഴെയാണ് ക്ലോസ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ഫോളോ ആയി കഴിഞ്ഞാൽ നമുക്കൊരു
താഴോട്ട് മൂവ് പ്രതീക്ഷിക്കാം. ഇനി 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നവർക്കാണ്, 5 മിനിറ്റിൽ ആരെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നോക്കുക, 5 മിനിറ്റിലും സെയിം ലെവൽസാണ്, വ്യത്യാസമില്ല. 5 മിനിറ്റിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈനൊക്കെ വരുന്നുണ്ട്. 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 5 മിനിറ്റിൽ ഇതിൻ്റെ താഴെ ഇങ്ങനെയൊരു റിജക്ഷൻ ക്യാൻഡിലൊക്കെ ഇങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് സ്റ്റാറൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. 5 മിനിറ്റിൽ ഇനി ഇവിടെ ഒരു നിങ്ങൾക്കൊരു ബോക്സും കൂടെ കാണാൻ പറ്റും. ഓക്കെ, എക്സാക്റ്റ് ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഈ ഒരു ബോക്സ് എങ്ങോട്ടാണോ ബ്രേക്ക് ആവുന്നത് അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൂടെ മാർക്കറ്റ് മൂവായി എപ്പോഴാണ് ഈ മാർക്കറ്റ് ഇത് ബ്രേക്ക് ആവുന്നത് താഴോട്ട്, മേ ബി ഇതിൻ്റെ ഒരു ഡയറക്ഷൻ കണ്ടിട്ട് മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ആകാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, കാരണം മാർക്കറ്റ് ഇവിടെ ഒരു ട്രെൻഡ് ലൈന് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഇവരൊരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈന്, ഇപ്പം ഞാൻ വരച്ച ട്രെൻഡ് ലൈന് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു, ഇവിടെ സപ്പോർട്ടായി എടുത്തു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ലൈൻ കിട്ടി. ഓക്കെ, അപ്പം ഇനി മാർക്കറ്റ് എന്തായാലും ഡൗൺ ആയി, ഇനി മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഒരിക്കലും എൻ്റെ മാത്രം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. കാരണം ഞാൻ പല ഡേറ്റകളും ഇതിനകത്ത് പറയും. കാരണം ഈ മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് ഡൗൺ ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഡൗൺ ആകാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് FIs 2 ദിവസമായിട്ട് ബൈ ആണ് ചെയ്തത്, പക്ഷേ ഇന്ന് FIs സെല്ലാണ് ചെയ്തത്. FIs സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആകുമെന്ന് അറിയാമല്ലോ. കാരണം ബിഗ് മണി എന്താണ് ചെയ്യുന്നത് അതനുസരിച്ചാണ് മാർക്കറ്റ് മൂവ് ആകുക. ഓക്കെ, നമ്മൾ അവരനുസരിച്ച് ട്രേഡ് എടുക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പൊക്കെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ കോൾ ഓപ്ഷനൊന്നും പോയി ബൈ ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുട്ട് ഓപ്ഷൻ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനാലിസിസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് ഒരു അടിപൊളി അനാലിസിസ് വീഡിയോയിൽ കാണാം. ബൈ. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന ട്രേഡ്, ഞാൻ ലൈവായിട്ട് ട്രേഡ് റെക്കോർഡ് ചെയ്ത ട്രേഡൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നൊക്കെ. ഓക്കെ, നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ, വീക്കിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷാണ്. ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി ഓൾമോസ്റ്റ് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബൈ ചെയ്യാവുന്നതാണ് മാർക്കറ്റ്. നെക്സ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റേഞ്ച് വരെ, അതായത് 25,200 വരെ മാർക്കറ്റ് മൂവ് ആവും. നെക്സ്റ്റ് ടോപ്പ് റെസിസ്റ്റൻസ് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, ഗൈസ്, അപ്പോൾ ഈ ലെവലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ചാർട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു അനാലിസിസ് വീഡിയോ കാണാം. ബൈ.